ഇന്നത്തെ എപ്പിസോഡിന്റെ തുടക്കത്തിൽ വേദയാകട്ടെ രാധികയ്ക്ക് സീരിയസ് ആണെന്ന് അറിഞ്ഞതുകൊണ്ട് തന്നെ സേതുലക്ഷ്മിയും അയാളുടെ മകനെ കാണാനായിട്ട് അങ്ങോട്ടേക്ക് ചെല്ലുകയാണ്. വേദയെ കണ്ടപാടെ സേതുലക്ഷ്മി ആകട്ടെ കരഞ്ഞുകൊണ്ട് വേദയുടെ ദേഹത്തേക്ക് വീഴുന്നു. എന്നാൽ ഇതേ സമയം കമലെ ഹോസ്പിറ്റലിൽ അഡ്മിറ്റ് ചെയ്തിരിക്കുകയാണ്. ഡോക്ടർ പറഞ്ഞ പ്രകാരം അറിയിക്കേണ്ടവരെല്ലാം അറിയിച്ചോളാനായിട്ട് ഇപ്പോൾ സുധാകരൻ മാഷ് പുറത്തുവന്ന് പറയുന്നു. എന്നാൽ ഇത് കേട്ടപാടെ നന്ദിനി എല്ലാവരെയും ദേഷ്യം പിടിപ്പിക്കാനെന്നോണം അവസാന കാലത്ത് ഇങ്ങനെ പലയിടത്തായോണ്ട് അമ്മ നേരെ ചൊവ്വൊന്ന് കണ്ട് സംസാരിക്കാൻ പോലും പറ്റിയില്ലെന്ന് എല്ലാവരോടെയും പറയുന്നു. എന്നാൽ ഇത് കേൾക്കുന്ന മാഷാകട്ടെ നന്ദിനിയുടെ സംസാരം ഒട്ടും തന്നെ ഇഷ്ടപ്പെടാത്തത് കൊണ്ട് ഇങ്ങനെ പറയുന്നു. അതെന്തായാലും നന്നായി. അതുകൊണ്ടെന്താ അവസാന കാലത്ത് അവൾ കുറച്ചല്ലേ വിഷമിച്ചിട്ടുണ്ടാകൂ. ഇതെല്ലാം കേട്ട ശേഷം നന്ദിനി മാഷിനോടായി ചോദിക്കുന്നു, അങ്ങനെയെങ്കിൽ ആദ്യം അറിയിക്കേണ്ടത് വിക്രമിനെയല്ലേ? കാര്യം ശരിയാ, അവന് ചിലപ്പോൾ വിഷമമായെന്നിരിക്കും. എന്തൊക്കെയായാലും എന്നായാലും അറിഞ്ഞിരിക്കേണ്ട കാര്യമല്ലേ? ഇത് കേൾക്കുന്ന മാഷാകട്ടെ അന്ന് നിന്റെയും വിനായകന്റെയും കയ്യിൽ ജപ്തി ഒഴിവാകാനുള്ള കാശുണ്ടായിട്ട് പോലും അത് തരില്ല എന്ന് പറഞ്ഞിട്ടല്ലേ നീ വീട്ടിൽ നിന്ന് ഇറങ്ങിപ്പോയത്? അന്ന് നിന്നോടും ഇവനോടും കരഞ്ഞു പറഞ്ഞതല്ലേ അവള് പൈസയൊന്നും വേണ്ട, അവസാന കാലത്തോളം കൂടെ ഉണ്ടായാൽ മതിയെന്ന്. അവസാന ശ്വാസം മുകളിലോട്ട് പോകുന്ന സമയത്ത് അറിഞ്ഞു ശപിക്കാൻ അവൾക്ക് കഴിയില്ല എന്നുറപ്പുള്ളതുകൊണ്ടാണോ നീ ഇങ്ങനെ വന്നപ്പോൾ തൊട്ട് മുനയും മറ്റും വെച്ച് സംസാരിക്കുന്നത്? അത് ശാന്തമായി പോയിക്കോട്ടെ. ഈ സമയത്തെങ്കിലും വേദനിപ്പിക്കുന്ന വാക്ക് നിനക്കൊന്ന് ഒഴിവാക്കൂടെ എന്നാണ് മാഷ് ചോദിക്കുന്നത്. ശ്രീജിയോട് മകളെ കൂട്ടിക്കൊണ്ടുവരാൻ ആവശ്യമുണ്ട്. ഇനി കണ്ടുള്ളവർക്കെല്ലാം ഓരോരുത്തരായി അകത്ത് കയറി കാണാം. വിക്രമിന്റെ കാര്യം ഞാൻ നോക്കിക്കോളാം, അവനെ ഞാൻ അറിയിച്ചോളാം എന്നാണ് മാഷ് പറയുന്നത്. വേദയാകട്ടെ ഇപ്പോഴും സേതുലക്ഷ്മിക്കൊപ്പം ധൈര്യം പകർന്നുകൊണ്ടിരിക്കുകയാണ്. ഇത് കണ്ടുകൊണ്ട് അങ്ങോട്ടേക്ക് ഒരു സിസ്റ്റർ ആകട്ടെ റൂമിലേക്ക് പോകാനായിട്ട് ആവശ്യപ്പെടുന്നു. ഡോക്ടർ പറഞ്ഞതാ വേദയുടെ റൂമിൽ തന്നെ ഇരിക്കാനായിട്ട്. ഈ സമയത്ത് ഇവിടെ ഇങ്ങനെ ഇരിക്കുന്നത് ശരിയാവത്തില്ലെന്ന് പറഞ്ഞ് വേദ അവിടെ നിന്ന് മടക്കി വിടുന്നു. എന്നാൽ റൂമിലേക്ക് പോകുന്ന വേദ കാണുന്നത് മറ്റൊരു കാഴ്ചയാണ്. ശ്രീകാന്ത് അയച്ചിട്ടുള്ള ഗുണ്ടകളാകട്ടെ ആ ഹോസ്പിറ്റൽ മുഴുവൻ വേദയ്ക്ക് വേണ്ടി തിരയുന്നു. ഇത് കണ്ടുകൊണ്ട് വേദ അവിടെ ഒരിടത്ത് മറിഞ്ഞു നിന്ന് അവരെന്താണ് പറയുന്നതെന്ന് കേൾക്കുന്നു. ആ ഹോസ്പിറ്റലിൽ തന്നെ ജോലി ചെയ്യുന്ന ഡ്രൈവറെ പണം കൊടുത്ത് വശത്താക്കി അവര് വേദയെ അന്വേഷിക്കാനായിട്ട് ഏർപ്പാടാക്കിയിരിക്കുകയാണ്. അവരോടായി അയാൾ പറയുന്നുണ്ട്, എന്തെങ്കിലും പ്രശ്നം വന്നാൽ എന്റെ ജോലി പോകുന്ന കേസാ. പക്ഷേ നിങ്ങൾ പറഞ്ഞ പേരിൽ ഇവിടെ ആരും അഡ്മിറ്റ് ഒന്നും ചെയ്തിട്ടില്ല. പിന്നെ ഒരു വിവരം അറിയാൻ കഴിഞ്ഞിട്ടുണ്ട്, ഏതോ ഒരു ലേബർ റൂമിലെ പേഷ്യന്റിന്റെ പേര് ചേഞ്ച് ആക്കിയിട്ടുണ്ട്. അത് ആരാ എന്താന്നൊക്കെ അവർ കൂട്ടിലായിട്ട് ഇറക്കുമ്പോൾ അതിനെപ്പറ്റി ഒന്നും കൂട്ടിലായിട്ട് പറയാറായിട്ടില്ല. മാത്രമല്ല അങ്ങോട്ടേക്കൊന്നും ഒരു ഡ്രൈവർ എന്ന് എന്നെ കടത്തി വിടത്തത് പോലുമില്ല. എന്തൊക്കെയായാലും ഞാൻ അന്വേഷിച്ചു പറയാമെന്ന് പറഞ്ഞ് അവരവിടെ നിന്ന് മടങ്ങിപ്പോകുന്നു. ഈ ഒരു കാഴ്ച കൂടി കണ്ടപ്പോൾ വേദയ്ക്ക് ടെൻഷൻ കയറിയിട്ടെന്നോണം ലേബർ പെയിൻ പെട്ടെന്ന് വരുന്നു. അങ്ങനെ വേദയെ ലേബർ റൂമിലേക്ക് അഡ്മിറ്റ് ആക്കുന്നു. അല്പം ക്രിട്ടിക്കൽ ആയതുകൊണ്ട് തന്നെ രാധികയെ തിയേറ്ററിലേക്ക് കൊണ്ടുപോവുകയാണെന്നും നീ ഒന്നുകൊണ്ടും വിഷമിക്കട്ടെന്ന് പറഞ്ഞ് ഇടയ്ക്ക് സേതുലക്ഷ്മി വന്ന് വേദയ്ക്ക് ധൈര്യം പകർന്നു കൊടുക്കുന്നു. എന്നാൽ രാധികയുടെ നില തീർത്തും ഗുരുതരമായിരുന്നു. ഓപ്പറേഷൻ ടേബിളിൽ വെച്ച് തന്നെ കൊളാപ്സായി ഹാർട്ട് അറ്റാക്ക് വരുന്നു. അങ്ങനെ സേതുലക്ഷ്മി കണ്ടു നിൽക്കെ തന്നെ രാധിക മരണത്തിന് കീഴടങ്ങുന്നു. ഇതെല്ലാം കണ്ടുകൊണ്ടുവന്ന സേതുലക്ഷ്മിയുടെ എല്ലാ നിയന്ത്രണവും വിട്ടുപോകുന്നു. അവർ ഉറക്കെ അലറിക്കരയുന്നു. ഇതാകട്ടെ വേദ കേൾക്കാനും ഇടയാവുന്നുണ്ട്. രാധികയ്ക്ക് എന്താ പറ്റിയതെന്ന് ആവർത്തിച്ച് അവിടെയുള്ള നഴ്സിനോട് വേദ ചോദിക്കുന്നുണ്ട്. അവരെല്ലാവരും തന്നെ വേദയുടെ നേരത്തെ കണ്ടീഷൻ കാരണം ആദ്യമൊന്നും പറയാൻ മടിക്കുന്നെങ്കിലും പിന്നീട് രാധിക മരണപ്പെട്ട വിവരം വേദയെ അറിയിക്കുന്നുണ്ട്. വിഷമം താങ്ങാൻ വയ്യാതെ സേതുലക്ഷ്മി ഓടി വന്ന് വേദയെ കെട്ടിപ്പിടിച്ച് കരയുമ്പോൾ അത് ഡോക്ടർ തടയുന്നുണ്ട്. ഈ കുട്ടിയുടെ ഇപ്പോഴത്തെ അവസ്ഥ നിങ്ങൾ മനസ്സിലാക്കണം, വേദയ്ക്ക് അധികം പ്രഷർ കൊടുക്കരുതെന്നാണ് ഡോക്ടർ പറയുന്നത്. ഇതേ സമയം തന്നെ ജയിലിലാകട്ടെ വിക്രമിന് പരിചയമുള്ള ജയിലർ തനിക്കൊരു ആവശ്യമായി പുറത്തു പോകുന്നുണ്ടെന്നും അപ്പോൾ വിക്രമിന്റെ അമ്മയെ പറ്റിയുള്ള വിവരമെല്ലാം അന്വേഷിച്ചു മടങ്ങാമെന്നാണ് വിക്രമിനോടെ പറയുന്നത്. ഇതെല്ലാം കൂടെയുള്ള ഒരു തടവുപുള്ളി കേൾക്കുന്നുണ്ട്. അവര് അവസരം പാർത്തെന്നോണം ശ്രീകാന്ത് പറഞ്ഞേപ്പിച്ച കാര്യം നടപ്പാക്കാൻ ശ്രമിക്കുന്നു. വിക്രമിനെ പ്രകോപിപ്പിച്ച് മനഃപൂർവ്വം അവരവിടെ ഒരു പ്രശ്നം ഉണ്ടാക്കുന്നു. അങ്ങനെ അവിടെ അടിയും പിടിയുമാകുന്നു. ഇതേ സമയം തന്നെ സുധാകരൻ മാഷ് ശങ്കരനാരായണനെ വിളിക്കുന്നുണ്ട്. കമലയുടെ ആരോഗ്യനിലയെപ്പറ്റി മാഷ് അദ്ദേഹത്തോടെ പറയുന്നുണ്ട്. മാഷ് വിഷമിക്കണ്ടെന്നും എത്രയും പെട്ടെന്ന് തന്നെ വിക്രമിനെ നമുക്ക് പുറത്തിറക്കാമെന്നും ശങ്കരൻ ഉറപ്പ് കൊടുക്കുന്നു. ഈ സമയത്ത് ഹോസ്പിറ്റലിലെ കമലയ്ക്ക് കൂട്ടായിട്ട് വിശ്വനെയും നന്ദിനിയും ശ്രീജയും വിനായകനെയും ഒക്കെയാണ് കാണിക്കുന്നത്. ശ്രീജയും വിശ്വേട്ടനും നിന്ന് കരയുന്നത് പോലും വെറും അഭിനയമാണെന്നാണ് നന്ദിനി പറയുന്നത്. മൂത്ത മരുമകൾക്ക് മാത്രമേ സ്നേഹമുള്ളൂ എന്നറിയിക്കാൻ വേണ്ടി വെറും നാട്യമാണ് കാണിക്കുന്നതെന്നും നന്ദിനി പറഞ്ഞു ചേർക്കുന്നു. എന്തായാലും ഞാനൊന്ന് കയറി നിങ്ങളുടെ അമ്മയെ കണ്ടിട്ട് വരാമെന്നും പറഞ്ഞ് വിനായകനോട് അനുവാദം മേടിച്ച് നന്ദിനി ഐസുവിനുള്ളിലേക്ക് കയറുന്നു. അകത്ത് കയറിയിട്ടും കമലയ്ക്ക് നേരെ മുനവെച്ചുള്ള കുത്തുവാക്കുകളാണ് നന്ദിനി ഓരോന്നായി പറഞ്ഞു കേൾപ്പിക്കുന്നത്. അമ്മയ്ക്കുറപ്പായും നിത്യശാന്തി ലഭിക്കാൻ ഞാൻ പ്രാർത്ഥിക്കാമെന്നും പറഞ്ഞ് നന്ദിനി അവിടെ നിന്ന് മടങ്ങുന്നുണ്ട്. നന്ദിനി സംസാരിച്ച് മടങ്ങിയ ഉടനെ കമലയുടെ പൾസ് ഡൗൺ ആവുന്നു. ഒരുപക്ഷെ നന്ദിനി സംസാരിച്ചത് മുഴുവനും കേട്ടതിന്റെ ഫലവുമായിരിക്കാം. അങ്ങനെ വിക്രമോ മറ്റാരെങ്കിലും കാണുന്നതിന് മുമ്പായി തന്നെ കമല മരണത്തിന് കീഴടങ്ങുന്നു.